എല്ലാം ഒരു അളവിനൊക്കെ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. കണ്ടോ? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് സെറ്റ് ആയിട്ട് കിടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെയാണ്. എൻ്റെ ഹെയർ ഉണ്ടോ അത്യാവശ്യം വേവിയും അല്ല എന്നാൽ സ്ട്രെയിറ്റും അല്ലാത്ത രീതിക്കാണ് എൻ്റെ ഹെയർ കിടക്കുന്നത്. അപ്പൊ എൻ്റെ ഹെയർ ഒട്ടും സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. ഓൾറെഡി എൻ്റെ മുടിയിൽ കുറേ പരീക്ഷണമൊക്കെ നടത്തിയിട്ട് എനിക്ക് ഇതിലും നല്ല ഹെയർ ഉണ്ടായിരുന്നു. അപ്പം ഫുൾ നല്ലപോലെ എനിക്ക് ഹെയർ ലോസ് ആവാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പോയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി എനിക്ക് ഒരു താല്പര്യമില്ല. അപ്പം ചില ടൈമിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒറിജിനൽ ഹെയർ എനിക്ക് പറ്റുന്നത്. ചില ടൈമിൽ എനിക്ക് തോന്നും സ്ട്രെയിറ്റ് ചെയ്തിടുന്നതായിരിക്കും കുറച്ചുകൂടെ വൃത്തിയിൽ. അപ്പൊ ഞാൻ ചെന്ന് എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഹെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഒറിജിനൽ ഹെയർ എടുത്തില്ല. എനിക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ടേസ്റ്റ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ കരുതി ഞാനൊരു ഹെയർ ടൂൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യുകയോ സ്മൂത്ത് ചെയ്യുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യാലോ. അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് കുറേ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് ഒരു ഹെയർ ടൂൾ ഓർഡർ ചെയ്തു. അത് വന്നിട്ടുണ്ട്. അതെന്താന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞ ഹെയർ ടൂൾ വേറെ ഒന്നുമല്ല, ഫിലിപ്സിന്റെ സ്ട്രെയിറ്റനിങ് ബ്രഷ് ആണ് ഇത്. 4195 ആണ് ഇതിൽ പറഞ്ഞേക്കുന്ന റേറ്റ്. ഞാൻ ഇത് വാങ്ങിയത് മിന്ത്രയിലാണ്. ആ ടൈമിൽ ഇതിന് 3000 ഉണ്ടായിരുന്നുള്ളൂ. ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, ഓഫർ. ഇപ്പോഴത്തെ എൻ്റെ ഹെയർ നോക്കുക, അത്യാവശ്യം വേവി ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഹെയറിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ ഹെയറിൽ എന്ത് ടൂൾ യൂസ് ചെയ്താലും സിറം മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഡാമേജ് ആകും. ഇതാണ് സാധനം. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫിലിപ്സിന്റെ അയണിങ് സ്ട്രെയിറ്റ്നർ ആണ്. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ടൈം എടുക്കും, പിന്നെ വേണ്ടത്ര റിസൾട്ട് കിട്ടത്തില്ല. ബ്രഷാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാണുന്നുണ്ട്, ഇതില് നിങ്ങൾ നോക്കി രണ്ട് മൂഡ് പ്ലഗ് ചെയ്തിട്ട് ഫസ്റ്റ് മൂഡിലോട്ട് ഇടുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇവിടെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഒരു 2 മിനിറ്റ്സ് ഒക്കെ മതി ഇത് നല്ലോണം മുന്നേ ഹീറ്റ് ആകാൻ വേണ്ടി. ഒരു പോർഷൻ ഇങ്ങനെ എടുത്ത് ബാക്കിയുള്ള മുടി ബാക്കിൽ കൊണ്ടുവന്നിട്ട് ടൈ ചെയ്ത് വെക്കണം. ചെയ്യുന്ന ഹെയർസ് എടുത്തിട്ട് നല്ലോണം മുടിയിലാക്കുന്നത് എടുക്കുക, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നല്ലേ? ഇതുപോലെ സ്ട്രെയിറ്റ് ആയി ഉണ്ടാവും. ഇതേപോലെ നമുക്ക് അടുത്ത പോർഷൻ ചെയ്യാം. അങ്ങനെ ഞാൻ ഒരു സൈഡ് ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഞാനിങ്ങനെ എൻ്റെ ഒറിജിനൽ ഹെയർ നോക്കൂ, ഞാൻ ഈ സ്ട്രെയിറ്റ് ചെയ്ത ഹെയർ നോക്കി, നല്ല ഡിഫറൻസ് ഇല്ലേ? കണ്ടോ? ജസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. എളുപ്പപ്പണിയാണ്, എളുപ്പപ്പണി. A few moments later. നിങ്ങൾക്ക് എന്റെ ഹെയർ കണ്ട് മനസ്സിലാവാൻ എന്തുമാത്രം എഫക്റ്റീവ് ആണ് ഈ ഒരു ടൂൾ എന്ന്. ഈ ഒരു സ്ട്രെയിറ്റ്നർ കൊണ്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ഹെയറും സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിതിൽ അങ്ങനെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഹെയർ സ്ട്രെയിറ്റ് ആവുന്നുണ്ട്, പെട്ടെന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്, നല്ലപോലെ സ്ട്രെയിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. എന്ത് ടൂൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും അത് ഓവർ ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഡാമേജ് ആവും. എല്ലാം ഒരു അളവിനൊക്കെ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓവർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഡാമേജ് ആവും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയി പിന്നെ കാണാം. ബൈ.